വെൽക്കം ബാക്ക് ടു ശ്രീസ് വേൾഡ്. ഇന്നത്തെ നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. വീട്ടിലെല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു മീൻകറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നങ്ങ് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടി വെച്ച് എണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയോടൊപ്പം തന്നെ കടുകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും ഒന്ന് നന്നായി മൂത്ത് വന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തത്. ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ചേറെ വെളുത്തുള്ളി മീൻകറിക്കൊക്കെ നല്ല ടേസ്റ്റ് നൽകും കേട്ടോ. വെളുത്തുള്ളി ചതച്ചൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയുള്ളിയാണ്. ഒരു 7-8 കഷ്ണം ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് നെടുകെ കീറിയെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആ എണ്ണയിൽ കിടന്ന് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഇതിനകത്ത് കിടന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരണം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ആ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളിയൊക്കെ ആ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് നല്ല സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി ചേർക്കണം, അതിന് ശേഷമാണ് മുളക് പൊടി ചേർക്കുന്നത്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുത്താൽ അതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആ തക്കാളിയുടെ കൂടെ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം. അതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ വരെ വഴറ്റണം. അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഇതേ മസാലകളൊക്കെ നന്നായി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലകളൊക്കെ കട്ടിയായിരിക്കാതെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ടത് പിഴിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ കൂടുതലായിട്ടും കുടംപുളി ചേർക്കാറില്ല. ഇതുപോലെ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ കറി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായാണ്. ഒരു മുരിങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങ ഇട്ട് വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് മുരിങ്ങ ആ മീൻകറിയിലേക്കൊക്കെ കിടന്ന് വറ്റി വരുമ്പോൾ. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് മീൻകറി ഒന്ന് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ തിരിങ്ങിയത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത തേങ്ങയാണ്. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ തേങ്ങയുടെ അരപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടി അധികം അങ്ങ് തവിയിട്ട് ഇളക്കി എടുക്കരുതേ, മീൻകറി പൊടിഞ്ഞു പോകും. മീനൊക്കെ അങ്ങ് നല്ല മീനൊക്കെ ആണെങ്കിൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ മത്തി ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് ഉടയത്തൊന്നുമില്ല. ഇനിയിപ്പം നമുക്ക് ആ മീൻകറി അങ്ങ് അടച്ച് വെച്ച് 2-3 മിനിറ്റും കൂടി ഒന്ന് വറ്റി വരട്ടെ. ഇങ്ങനെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് വിളമ്പാനെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കിന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഈ ഒരു സമയം ആയപ്പോഴത്തേക്കിന് ഞാൻ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ചങ്ങ് വെച്ചിരിക്കാം. ഇത് കണ്ടോ, കറി നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കിന് ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ടാൽ തന്നെ അറിയാലോ കറിയുടെ ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.